നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാം സർഗം രാമഹൃദയമാണ് ഞാൻ പറയുന്നത്. ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് നാശരഹിതനും ജ്ഞാനസ്വരൂപനും പരമാത്മാവുമായ ഭഗവാൻ സൂര്യവംശത്തിൽ മായയെ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വരൂപേണ അവതരിച്ചു. രാവണാദി രാക്ഷസന്മാരുടെ അധർമ്മം കൊണ്ടായിരുന്നു അക്കാലത്ത് ഭൂമിക്കു ഭാരം വർദ്ധിച്ചത്. ആ ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം രാമൻ നിശ്ശേഷം സംഹരിച്ചു. ജനങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയെ രാമായണത്തിലൂടെ ലോകത്തിൽ വ്യാപിപ്പിച്ചു. മനസ്സിലെ രജോ ഗുണ തമോ ഗുണ വാസനകൾ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ്. തമോ ഗുണവാസനകൾ ആവരണമായി തീർന്ന് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു. രജോ ഗുണവാസനകൾ പലവിധ വിക്ഷേപങ്ങളായി തീർന്ന് മനസ്സിനെ ആത്മാവിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നു. ഇവയെയാണ് പാപമെന്ന് പറയുന്നത്. ഈ രണ്ടുവിധ വാസനകളും നശിച്ചാലേ ഈശ്വരപ്രാപ്തി സാധിക്കൂ. താൻ ആത്മാവാണെന്ന ബോധമാണ് ഈശ്വരനെ പ്രാപിക്കാനുള്ള സാധന. രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശ്രീരാമലീലകളെ നിരന്തരം കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭക്തി വളരും. മറ്റെല്ലാ സ്നേഹങ്ങളും ഉപേക്ഷിച്ച് ഈശ്വരനെ സ്നേഹിക്കലാണ് ഭക്തി. ഭക്തി വളരും തോറും രജോ ഗുണ തമോ ഗുണ വാസനകൾ നീങ്ങി മനസ്സ് സത്വഗുണ പ്രധാനമായി തീരും. സത്വഗുണം വളർന്ന മനസ്സിൽ താൻ ആത്മാവാണെന്ന ബോധമാകുന്ന ജ്ഞാനമുണ്ടാവും. ജ്ഞാനം കൊണ്ട് അജ്ഞാനമാകുന്ന ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി മുക്തനായി തീരാൻ കഴിയും. ഭൂമിയിലെ ജനങ്ങൾക്ക് ഇപ്രകാരം മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വരൂപേണ അവതരിച്ച് പല പല ലീലകളും നടത്തിയത്. അവസാനം തൻ്റെ കോമള സ്വരൂപത്തെ മറച്ച് ആദിയിലുള്ള ബ്രഹ്മതത്വത്തിലേക്ക് തന്നെ അന്തർധാനം ചെയ്തവനും സീതാവല്ലഭനുമായ ശ്രീരാമചന്ദ്രനെ ഞാനിതാ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനും ഏകനും മായയ്ക്ക് ആശ്രയീഭൂതനും മായാതീതനും ഒരു വിധത്തിലും ചിന്തിക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും ആനന്ദഘന സ്വരൂപനും ഓരോരുത്തരിലും അറിവാകുന്ന സ്വരൂപേണ വിളങ്ങുന്നവനും തൻ്റെ വാസ്തവ സ്വരൂപത്തെ എപ്പോഴും ബോധിച്ചുകൊണ്ടിരിക്കുന്നവനും സീതാപതിയുമായ ഭഗവാൻ ശ്രീരാമനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീരാമൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതും മംഗളകരവും എല്ലാ പുരാണങ്ങളുടെയും സാരസർവസ്വവുമായ ഈ അധ്യാത്മരാമായണത്തെ മറ്റു ചിന്തകളെ അകറ്റിക്കൊണ്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ സകലവിധ പാപങ്ങളും നശിച്ച് ശ്രീഹരിയെ പ്രാപിച്ച് മുക്തരായി തീരുമെന്നതിൽ സംശയലേശം പോലുമില്ല. അജ്ഞാനമാകുന്ന സംസാര ബന്ധനത്തിൽ നിന്നു മുക്തരായാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്നവർ ഈ അധ്യാത്മരാമായണത്തെ ദിവസേന ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. കോടിക്കണക്കിനു പശുദാനം ചെയ്യുന്ന പുണ്യം ഒരൊറ്റ പ്രാവശ്യത്തെ രാമായണ ശ്രവണം കൊണ്ട് തന്നെ സാധിക്കും. ശ്രീ പരമേശ്വരനാകുന്ന പർവ്വതത്തിൽ നിന്നുത്ഭവിച്ച് ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ 3 ഉപാധികളെയും പവിത്രീകരിക്കുന്നതാണ്. കൈലാസ പർവ്വതത്തിൽ തേജോമയമായ മണിമന്ദിരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നവനും സർവേശ്വരനും ആനന്ദസ്വരൂപനുമായ ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം നമസ്കരിച്ച് ഹിമവൽ പുത്രിയായ പാർവതീദേവി ഇപ്രകാരം ചോദിച്ചു. ഈ ചോദ്യത്തിനുള്ള മറുപടി പാപനാശകരമാണ്. ആ മറുപടിയാണ് അധ്യാത്മരാമായണമായി ലോകത്തിലേക്ക് പ്രവഹിക്കാനിടയായി തീർന്നത്. ഗംഗയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമുദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പോലെ അധ്യാത്മരാമായണത്തെ